അതേപോലെ നമുക്കിത്തരം ആയത്തുകളിൽ ചിലത് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ മൗത്തിൽ മനസ്സ് നടുന്നവരാണോ അതല്ല നമ്മൾ ഹയാത്തിൽ മനസ്സ് നടുന്നവരാണോ എന്നുള്ളത്. അത് ഇത്തരം പ്രയോഗങ്ങളിൽ നമുക്ക് ആലോചിക്കാനുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൗത്തിനെയാണ് മുന്തിപ്പിച്ചത്, ഹയാത്തിനെ പിന്തിപ്പിച്ചു. മൗത്തിലാണ് നമ്മളുടെ ചിന്ത, അതല്ല ഹയാത്തിൻ്റെ വിഷയത്തിൽ ഇത് ഈ തുച്ഛമായത് അതിൻ്റെ വിഷയമാണോ, ഇത് ഒക്കെ നമുക്ക് ആലോചിക്കാനുള്ള ഒരു പ്രയോഗങ്ങളാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, എന്തിന്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അവിടെ ലി ഉണ്ട്, പിന്നെ യബ്ലു നക്കും. യബ്ലു എന്നുണ്ടെങ്കിൽ ബലായിൽ നിന്നാണ്. ബലാ പരീക്ഷണമാണ് അല്ലേ? പരീക്ഷണം. നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, ലാമത്താലിൽ വേണ്ടി, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഇവിടെ വിഷയം പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്കൊരു വേദി വേണം, പരീക്ഷ നടത്തുന്ന ഒരാൾ വേണം, പരീക്ഷയ്ക്ക് ഇരയാകുന്നവർ വേണം. പരീക്ഷ വൃഥായല്ല. പിന്നെയോ പരീക്ഷ എന്തിനാ? പരീക്ഷയിൽ നമ്മളൊരു നത്തീജ ഇല്ലേ? നത്തീജ അല്ലാതെ എന്ത് പരീക്ഷ? നത്തീജ അല്ലാതെ പിന്നെ ഈ നെൽസൺ മണ്ടേല ആരാ? നെൽസൺ മണ്ടേല ഒരു സാമൂഹ്യ ശ്രേണിയിൽ പറ്റ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. സാമൂഹ്യ ശ്രേണിയിൽ പറ്റ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ ഒരു വർത്തമാന യുഗത്തിലൊരു അങ്ങേ അറ്റം അവഗണന. അദ്ദേഹം പല നിലക്ക് അവഗണിക്കപ്പെട്ട കൂട്ടത്തിലൊന്നാണ്. പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ വെള്ളക്കാരനായിരിക്കും ഉസ്താദ്. അപ്പോൾ പിന്നെ മാർക്ക് പോലും ഇടൂല എന്നാണ് അല്ലേ? പക്ഷെ ദൈക്ഷണികമായിട്ട് അദ്ദേഹം അത് നേരിട്ടിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ആൻസർ എഴുതി മനസ്സിലായി കൊടുത്ത് എല്ലാവർക്കും മാർക്കിട്ടിട്ട് കൊടുത്ത്, ഇദ്ദേഹത്തിന് മാർക്കിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല വിഡ്ഡി എന്ന് എഴുതിക്കാണ്ട് കൊടുത്ത് അടിയിൽ. ഉസ്താദ് പേപ്പറിൻ്റെ അടിയിൽ വിഡ്ഡി എന്ന് എഴുതിയിട്ട് കൊടുത്ത്, മാർക്കൊന്നും ഇട്ടിട്ടില്ല. ശരി. പക്ഷെ നെൽസൺ മണ്ടേല ബുദ്ധി കൊണ്ട് അതിനെ പ്രതികരിച്ചു എന്നാണ്. ഇങ്ങനെ ഉസ്താദ് ഇതിൽ നിങ്ങളെ ഒപ്പേ ഇട്ടിട്ടുള്ളൂ, മാർക്കൊന്നും ഇട്ടിട്ടില്ല എന്നാണ്. നിങ്ങളുടെ ഒപ്പേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾ മാർക്കൊന്നും ഇട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ പരീക്ഷ അത് വൃഥായല്ല. പിന്നെ പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, അതിൽ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് വേദിയുണ്ട് അല്ലേ? പരീക്ഷയ്ക്കൊരു സമയമുണ്ട്, പരീക്ഷ നടത്തുന്ന ഒരാളുണ്ട്, പിന്നെ പരീക്ഷയിൽ ഒരു നതീജ, അതിൻ്റെ റിസൾട്ട്, അതൊക്കെ പ്രധാനമാണ്.